ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങിൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് ഇഷ്ടമായി. അപ്പോൾ നല്ല നല്ല കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം. അങ്ങനെ കമൻറ്റൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു ക്ലീനിങ്ങിൻ്റെ ജോലി ഏറ്റെടുത്തിരിക്കുകയാണ്. വേറെ എവിടെ അല്ല, നമ്മുടെ ഫ്രണ്ട് ഭാഗത്താണ് കേട്ടോ. അവിടെ ഈ ഷീറ്റിൻ്റെ അടിയിൽ അങ്ങനെ ചവിരിയൊക്കെ ഇട്ടിട്ട് ആകെ ഇങ്ങനെ അലങ്കോലമായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ ഏതായാലും ക്ലീൻ ചെയ്യണം. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അയക്കാമത്തൊക്കെ മാറ്റിയതിന് ശേഷമാണ് അവിടെ നിന്ന് ക്ലീൻ ചെയ്ത് എടുക്കുന്നത്. മുറ്റം ഈ ഷീറ്റ് ഇങ്ങനെ കിടക്കണതുകൊണ്ട് ഒരു സൈഡ് നോക്കുമ്പോൾ ഒരു വൃത്തികേട് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റി കൊടുത്തിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കഴിഞ്ഞ വീഡിയോ ഞാൻ നമ്മുടെ കോണിപ്പടി ക്ലീൻ ചെയ്യുന്ന വീഡിയോയിൽ കുറച്ച് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നടക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. എന്നാലും നമ്മളോട് അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം. ആരാ എന്താണെന്ന് നമുക്കറിയില്ല, എന്നാലും ഒരുപാട് സന്തോഷം. ഞാൻ കമൻറ്റിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവരോട് നേരിട്ട് കൂടി പറയുകയാണ് കേട്ടോ. ഒരുപാട് സന്തോഷം. എന്താ പറയുക, സന്തോഷം. അപ്പോൾ ഞാൻ അവിടുത്തെ ചവിരിയൊക്കെ മാറ്റി കൊടുക്കണ്ട, ഷീറ്റൊക്കെ അവിടെ കൊണ്ടിട്ട് കുറച്ച് വിറക് നമുക്ക് കത്തിക്കാനും വേണം. ബാക്കിയുള്ള ചവിരി അങ്ങനെ ചാക്കിലാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ക്ലീനിങ് ചെയ്യാമെന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ ക്ലീനിങ് എന്ന് വെച്ചാൽ എല്ലാവർക്കും മടിയുള്ള കാര്യമാണല്ലോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, അത് റിപ്പീറ്റേഷൻ ഉള്ളതുകൊണ്ടും പിന്നെ നമ്മളത് വൃത്തിയാക്കി കഴിഞ്ഞാൽ അങ്ങനെ അതവിടെ അധികം സമയം അതങ്ങനെ കെടുക്കൂല. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ക്ലീൻ ചെയ്യാൻ മടിയാവും കേട്ടോ. പക്ഷേ ക്ലീനിങ്ങിൻ്റെ വീഡിയോ കാണുമ്പോൾ ഒട്ടുമിക്ക പേരും ഇപ്പം എന്നോട് പേഴ്സണലായിട്ട് പറയും, ക്ലീനിങ്ങിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ നമുക്കും അങ്ങനെ ചെയ്യാം എന്നുള്ള ഉള്ളിലൊരു തോന്നൽ വരും. ആ ഒരു തോന്നലുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ മടിയുള്ളവരുടെ കാര്യം എന്ന് വെച്ചാൽ, നമ്മളാണ് എന്ത് ചെയ്യണം, നമ്മളെങ്ങനെ ഇരിക്കണമെന്ന് തീരുമാനിക്കണം നമ്മളാണ്. നമ്മൾ ഒരു മടി പിടിച്ച് തൂങ്ങിയിരിക്കുകയാണെന്ന് വെച്ചെങ്കിൽ ആ ഒരു ഇതിൽ തന്നെ പോകും. പക്ഷെ നമ്മളെപ്പോഴും എനർജറ്റിക് ആയിട്ട് ഇരിക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഇതുപോലെ ഓരോ ജോലി ചെയ്യുമ്പോൾ അതിനോടുള്ള വിരസത മാറിക്കിട്ടും കേട്ടോ. പിന്നെ ക്ലീൻ ചെയ്തിട്ട സ്ഥലം അവസാനം കാണുമ്പോഴും നമുക്കൊരു സന്തോഷമാണ് ഉള്ളിൽ, ഇവിടെ ഇങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുമല്ലോ എന്നുള്ളത്. അപ്പോൾ ചകിരിയൊക്കെ മാറ്റി കൊടുത്തിട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കണം. മുറ്റം കുറച്ച് ദിവസമായി ഞാൻ വിചാരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ക്ലീനിങ്ങിന് നിൽക്കുമ്പോൾ നിങ്ങൾ വീടായാലും ക്ലീൻ ചെയ്യുമ്പോൾ പാട്ടായിട്ട് ചെയ്യാണ്. നമുക്ക് ജോലിഭാരം അധികം ഉണ്ടാവില്ല. പിന്നെ നമുക്കെല്ലാം കൂടി എടുത്ത് നമുക്ക് വയ്യാതാവും. അതിനെക്കാട്ടും നല്ലത് നമ്മൾ ഓരോ ഭാഗം പാർട്ടായിട്ട് ചെയ്യുക. അപ്പോൾ നമ്മളൊരു ദിവസം ഒരു റൂം ക്ലീൻ ചെയ്താൽ അത് പിറ്റേ ദിവസം വേറൊരു റൂം ക്ലീൻ ചെയ്യുക, അതുപോലെ പിറ്റേ ദിവസം വേറെ, അങ്ങനെ അത് മുറ്റാണെച്ചെങ്കിലും വീടിൻ്റെ ഉള്ളിലാണെച്ചെങ്കിലും അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കധികം ജോലിഭാരം ഒന്നും ഉണ്ടാവില്ല. നമുക്കും അധികം പിന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മേല് വേദന അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പാർട്ടായി ചെയ്യുമ്പോൾ നമുക്ക് ഈസിയിൽ എല്ലാ ഭാഗവും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ചകിരിയൊക്കെ മാറ്റി കൊടുത്തിട്ട് അവിടെയുള്ള കച്ചറകളൊക്കെ മാറ്റി കൊടുക്കണം കേട്ടോ. ഇപ്പം തന്നെ കാണാനൊരു വൃത്തിയുണ്ട്. ഇനി എത്ര ദിവസം ഇതിങ്ങനെയൊക്കെ എടുക്കുന്നു എനിക്ക് പറയാൻ പറ്റില്ല. എന്നാലും മാക്സിമം ഞാൻ അവിടെ നിന്ന് എല്ലാ കച്ചറകളും മാറ്റി അവിടെ മുറ്റൊക്കെ ഒന്ന് ഈ ബ്രഷ് വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് അമ്പു ഉറങ്ങണം, അതാണ് വീഡിയോയിൽ എവിടെ അവനെ കാണാത്തത് കേട്ടോ. ആൾ ഉറങ്ങണ സമയത്ത് ഇന്നത് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നതാണ്. ഇനി നമുക്ക് മെയിനായിട്ട് ഒരു ക്ലീൻ ചെയ്യാൻ ഒരു സ്ഥലം കൂടി ഉണ്ട്, അത് ഞാൻ വീഡിയോ ആയിട്ട് തന്നെ ഇടാം. പിന്നെ അവിടെ ഒരു കുഞ്ഞു അടുക്കളത്തോട്ടം കൂടി സെറ്റ് ചെയ്ത് എടുക്കണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും കൂടി കാണാമല്ലോ. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യുന്നത് കണ്ടപ്പോൾ അച്ഛൻ വന്നിട്ട് സഹായിക്കുന്നുണ്ട്. നമുക്കൊരാൾ ഹെൽപ്പ് ചെയ്യാനൊരാളുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ആ പണി ചെയ്യണതിനോട് ഒരാൾ സഹായിക്കാനുണ്ടല്ലോ, ബാക്കിയല്ലേ നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള, അപ്പോൾ നമുക്ക് ഒരാശ്വാസമാണ്. നമ്മൾ ചെയ്യുന്ന ജോലിഭാരം കുറയില്ലേ. സത്യം പറഞ്ഞാൽ അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളുണ്ടായിരുന്നു കേട്ടോ. ചെറിയച്ഛൻ പാപ്പ ഉണ്ടായിരുന്നു. ഇതൊക്കെ പാപ്പനെ ചെയ്തു തരുന്നത്. പാപ്പനില്ലാണ്ടായപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ക്ലീനിങ്ങിനൊക്കെ ഇവിടെ ആയാലും മുറ്റായാലും ഈ വൃത്തിയാക്കലോ അതൊക്കെ പാപ്പൻ ചെയ്തു തരുന്നതാണ്. ഇപ്പോൾ പാപ്പനില്ലാണ്ടായ ആ ഒരു സമയത്താണ് ഇതൊക്കെ ഞാൻ ചെയ്യേണ്ടി വന്നത് കേട്ടോ. ആൾ പെട്ടെന്ന് നമ്മളെ വിട്ടിട്ടൊക്കെ പോയി. നമ്മൾ പറയല്ലേ, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയില്ലേ, അത് 100% സത്യമാണ് കേട്ടോ. നമുക്ക് ആ ആളുള്ളപ്പോൾ നമുക്ക് ആ ആളുടെ വില നമുക്ക് മനസ്സിലായില്ല. പക്ഷെ ആ ആളുടെ മാറി നിൽക്കലിൽ നമുക്കറിയാം നമുക്ക് അവരെത്രത്തോളം പ്രിയപ്പെട്ടവരായിരുന്നു എന്നുള്ളത്.
ചില നഷ്ടങ്ങൾ നമ്മുടെ ലൈഫിൽ അത് എന്നും തീരാ നഷ്ടമാണ്. അതൊക്കെ പോട്ടെ. അപ്പോൾ ഞാൻ ഇത് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരും കേട്ടോ. ഞാൻ ഈ ക്ലീനിങ്ങിനൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് എപ്പോഴും പാപ്പനെ വല്ലാതെ മിസ് ചെയ്യാറുണ്ട്. അപ്പോൾ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് ബാക്കി കച്ചറകളൊക്കെ വന്ന് ഇവിടെ കത്തിക്കുകയാണ് ചെയ്യാറ് കേട്ടോ. ഇതിൽ പ്ലാസ്റ്റിക് ഒന്നും അങ്ങനെയില്ല. പ്ലാസ്റ്റിക് അല്ല, നമ്മളവിടെ അടിച്ചെടുത്ത ചകിരിയും പിന്നെ അതിൻ്റെ കച്ചറകളൊക്കെ കൂടി തീയിട്ട് ഇപ്പോൾ ഈ ഭാഗം കാണാൻ നല്ല വൃത്തിയില്ലേ. അപ്പോൾ ഇങ്ങനത്തെ ക്ലീനിങ് വീഡിയോ ഇഷ്ടമുള്ളവർക്കും അതൊരു മോട്ടിവേഷനായിട്ടുള്ളവർക്കും വേണ്ടിയിട്ടാണ് അന്നത്തെ വീഡിയോ. പിന്നെ ബാക്കി അവിടെ നമ്മുടെ കവുങ്ങിൻ്റെ ബാളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കത്തിച്ചു കൊടുത്തിട്ടാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ക്ലീനിങ് ചെയ്യാൻ മടിയുള്ളവരാണെന്നുവെച്ചെങ്കിൽ മടി പിടിച്ചിരിക്കേണ്ട. നമ്മളെ മനസ്സാണ് നമ്മളെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നത്. മടി മാറ്റിക്കഴിഞ്ഞാൽ എല്ലാം മാറും കേട്ടോ. ക്ലീൻ ചെയ്ത സ്ഥലം കാണുമ്പോഴും നമുക്കൊരു സന്തോഷമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കാൻ. ഇഷ്ടമായാൽ മറക്കാതെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.